നമസ്കാരം. 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 നമ്മൾ ഈ സെക്ഷൻ 1 പേപ്പറുകളെ കുറിച്ച് നമ്മുടെ ആ ക്വസ്റ്റിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മുടെ ഈ രണ്ടാമത്തെ സെക്ഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കണം. അതായത് രണ്ടാമത് നമ്മുടെ സെക്ഷൻ 2 തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് സെക്ഷൻ 1 എങ്ങനെ യൂസ്ഫുൾ ആയി എന്നത് അറിയണമെങ്കിൽ ആക്ച്വലി സെക്ഷൻ 1 ചോദ്യങ്ങൾ എങ്ങനെ പോയി നമ്മൾ അറിയണം. സാറിൻ്റെ അഭിപ്രായത്തിൻ്റെ അകത്ത് അത് നമ്മൾ സെക്ഷൻ 1 കുറിച്ച് കാണുമ്പോൾ എന്തൊക്കെയാണ് സാറേ? സെക്ഷൻ 1 പൊതുവേ എല്ലാവരും മാത്സ് ഇത്തിരി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു. അത് ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അത് കറക്റ്റാണ്. കാരണം പക്ഷെ നമ്മൾ ആ ക്വസ്റ്റ്യൻ സാറും കണ്ടതല്ലേ പല ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ പലതും തന്നെ വളരെ കുറച്ച് സമയത്തിന് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്തവണ ചോദിച്ചത്. അത് സാറേ ഈ ചോദ്യം മനസ്സിലാക്കാനുള്ള ചില ബുദ്ധിമുട്ട് ഈ ചോദ്യങ്ങളുടെ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്ന ഒരു പ്രത്യേകത, അതായത് നമുക്കിപ്പോൾ 25 ചോദ്യമാണ് മാത്തമാറ്റിക്സിനുണ്ട്, എല്ലാ സബ്ജക്റ്റിനും ഉള്ളത്. ഈ 25 എണ്ണത്തിനകത്ത് കഴിഞ്ഞ നമുക്ക് 30 5 സെലക്ട് വരുന്നു. അപ്പോൾ അതും മാറിയപ്പോൾ ഒരു ചെറിയ 25 എണ്ണത്തിൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പം ഇത് മൊത്തമുള്ള 75 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തിട്ട് എടുക്കുക അത്ര സാധ്യമല്ല. അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഇപ്പം ഞാൻ ഈ നമ്മുടെ റിസൾട്ട് കഴിഞ്ഞിട്ടുള്ള 99% കിട്ടുന്ന കുറേ കുട്ടികളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നൊരു കാര്യം, അവരുടെ മാർക്ക് വെച്ച് നോക്കുമ്പോൾ അതാത് സെക്ഷനിൽ അവർക്ക് ഏതാണ്ട് ഇനി ഒരു 30% കൂടി ചോദ്യങ്ങളെ അറ്റംപ്റ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അതിനുള്ള സമയം കിട്ടാതെയും ഈ പറഞ്ഞ പെർസെൻറ്റിൽ എത്തുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അതിലുള്ള ചോദ്യങ്ങൾ നമ്മൾ പറയുമ്പം എന്തുകൊണ്ട് എളുപ്പമായി എന്ന് പറയുന്നത്, ആകെ നമ്മൾ പ്ലാൻ ചെയ്യേണ്ട ഒരു ആവറേജ് ചോദ്യങ്ങളുടെ കൗണ്ട് ഇപ്പോൾ 25 എണ്ണത്തിൻ്റെ അകത്ത് 25 ചെയ്തെങ്കിലേ നമ്മൾ ഫുള്ളാകുന്നു എന്ന് കരുതേണ്ട കാര്യമില്ല. അതില്ല, അങ്ങനെ വേണ്ടല്ലോ സാർ. മാത്സ് ഒരു 10 എണ്ണം കിട്ടുകയാണെങ്കിൽ ഓക്കെയാണ് അല്ലേ? പക്ഷേ ഒരു കാര്യം സാർ ശ്രദ്ധിച്ചോ, ഈ 99%കാരൊക്കെ മാത്സിന് നല്ലപോലെ ഒരു 10 ക്വസ്റ്റിൽ കുറയാണ്ട് ചെയ്തിട്ടുണ്ട്. ഈ മാത്സ് ഒഴിവാക്കുന്നൊരു പ്രവണത ഇപ്പോൾ കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. അല്ല, അതിൽ രണ്ട് കാര്യങ്ങളാണ് സാറേ. നമുക്ക് പറയുന്നപ്പം നമ്മുടെ ഈ മാത്സിൽ ഫോക്കസ് ചെയ്യാതെ ഫിസിക്സും കെമിസ്ട്രിയും, പ്രത്യേകിച്ച് കെമിസ്ട്രി തന്നെ ഈ NCERT ലെവലിലോട്ട് പോകുമ്പം ഇച്ചിരി എളുപ്പം സ്കോർ ചെയ്യാൻ അല്ല മാത്രമല്ല അത് NCERT തന്നെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാത്തമാറ്റിക്സ്, പക്ഷേ ഞാൻ പറഞ്ഞ സാർ എപ്പോഴും ലീഡിങ് ഫാക്ടർ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് പഠിച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെ, കാരണം ഇവർ ചെയ്യാൻ പോകുന്നത് അടുത്ത IIT-ലോ NIT-ലോ ഒക്കെ ആണെങ്കിൽ മാത്തമാറ്റിക്സ് വേണമല്ലോ. മാത്തമാറ്റിക്സിൻ്റെ സൗണ്ട്നെസ് നമുക്ക് നിർബന്ധമായിട്ടും വേണം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ നമ്മുടെ ഈ 1ാം വർഷത്തിൽ, അതായത് ഫസ്റ്റ് സെക്ഷനിൽ നടന്ന ചോദ്യങ്ങളെ നമ്മളൊന്ന് ശരിക്കും ശ്രദ്ധിച്ചാൽ എന്ത് മാറ്റം ഞാൻ ശരിക്കും നോക്കി സാർ. ചില ചോദ്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ഇൻ്റഗ്രേഷനകത്തൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ കിങ്സ് റൂൾ എന്ന് പറഞ്ഞിട്ട് എളുപ്പം പഠിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അവരതിൻ്റെ അത് ജസ്റ്റ് നമ്മളൊന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പം അതിലോട്ട് മാറും ആൻസർ അല്ലേ. നേരെ മറിച്ച് നമ്മുടെ നേരത്തെ ഉണ്ടാകുന്ന ജെയിമിനിലൊക്കെ ഡയറക്റ്റ് നമുക്കത് പ്രയോഗിക്കാമായിരുന്നെങ്കിൽ ആ സ്ഥാനത്തോട്ട് അവരൊരു ഫംഗ്ഷൻ കൂടി പ്രയോഗിച്ചിരിക്കുന്നു, അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ മാറ്റുന്നു. അപ്പോൾ സാറാ ഫേസ് 1 അത് ഒരു പുതിയ ഒരു ക്വസ്റ്റനാണ്. നമ്മൾ ആ പെർമ്യൂട്ടേഷനിലാന്ന് തോന്നുന്നത് ഒരു 26 അത് ആൽഫാബറ്റിൻ്റെ അകത്ത് നമ്മൾ അതെനിക്ക് തോന്നുന്നത് നമുക്ക് അടുത്ത നമ്മുടെ ബുക്കുകളിലൊന്നും കാണാതിരുന്നൊരു ചോദ്യമാണ്. നമുക്ക് ഒരു ചോദ്യം വരുന്നത് 5 എണ്ണം സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ആൽഫബറ്റിക് ഓർഡറാണെങ്കിൽ സെലക്ഷൻ മാത്രം മതി. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു പറയും M അവിടെ വന്ന് മിഡിൽ പ്ലേസിൽ വരണം 5 എണ്ണത്തിൻ്റെ അകത്ത് എന്ന് പറയാൻ ഇടവും വല്ല 2 എണ്ണം വെച്ച് വരും. അപ്പോൾ ആ 2 എണ്ണം ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും എടുക്കാനുള്ള സെലക്ഷൻ വീണ്ടും നമുക്ക് അപ്പുറത്ത്. ഇനി അത് M മാറ്റണമെന്നില്ല, D ഇട്ടാലും എന്താ, Dക്ക് മുമ്പ് 4 എണ്ണേ ഉള്ളൂ, 4 എണ്ണത്തിന് 2 എണ്ണം ഫസ്റ്റ് പ്ലേസിൽ വരണം, ബാക്കി ഉള്ളതിൻ്റെ അകത്ത് അപ്പുറത്ത് എടുക്കണം. അപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങളെ റീമോൾഡ് ചെയ്യാൻ നമ്മൾ നേരത്തെ ഉള്ളതിനേക്കാൾ കാര്യമായിട്ട് നമുക്ക് ആ ചോദ്യങ്ങളെ ജെയിമിൻ്റെ പാറ്റേണിലോട്ട് എടുക്കുമ്പോൾ ചില ഇടങ്ങളിൽ അവർ ട്രഡീഷണലിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. അതാണ് കുട്ടികൾക്ക് പെട്ടെന്ന് പിടികിട്ടാതെ പോകുന്നത് എനിക്ക് തോന്നുന്നു. എങ്കിലും നമുക്ക് ഒരു സ്ഥിരം കണ്ടുവരുന്ന, ഇപ്പം നമ്മൾ കഴിഞ്ഞ വർഷത്തെ ആണെങ്കിലും ഇപ്പോഴത്തെ ആണെങ്കിലും നമ്മൾ നോക്കിയാൽ കുറെ കാണുന്ന സാറേ അഡ്ജോയിന്റിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള ഡിറ്റർമിനൻസിൽ നിന്ന് സ്ഥിരം വർഷത്തിൽ തന്നെ 3-4 പേപ്പറിൽ അത് വന്നു. അതായത് നമ്മൾ സാധാരണ അഡ്ജോയിന്റ് പഠിപ്പിക്കുമ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് നമ്മൾ ഡിറ്റർമിനന്റ് സ്റ്റേറ്റ്മെന്റ്സ് ഒന്നാണ്, പക്ഷെ അതിൻ്റെ അകത്തൊരു കോൺസ്റ്റന്റ് കൂടി ഇട്ടുള്ള പ്ലേ ഉണ്ട്. ഈ K ഇട്ട് കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ തന്നെ ഇത് രണ്ടും കൂടെ ചേർത്തിട്ടുണ്ട്. അത് തന്നെ 2 സെറ്റിലൊക്കെ വരുമ്പോൾ നമ്മൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആവും. അതൊരു ഡിഫിക്കൽട്ട് നേച്ചറിലോട്ടാണ്. ഇനി വേറൊന്ന് നമുക്ക് കോർഡിനേറ്റ് ജോമെട്രി എടുക്കുമ്പോൾ ഉണ്ടല്ലോ സാറേ, ശ്രദ്ധിച്ചു കണ്ടോ, നമ്മൾ ഇമേജ് ഡയറക്റ്റ് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇമേജ് ഓഫ് പോയിന്റ് എടുക്കാറുണ്ട്, ലൈൻ സർക്കിളിന്റെ ഇമേജ് ഒക്കെ വരും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇമേജ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ലൈൻ തന്നിട്ടാ അല്ലേ, ആ ലൈന് പോയിന്റിന് പകരം ഒരു സർക്കിൾ പറഞ്ഞിട്ട് സർക്കിളിന്റെ ഇമേജ് എന്ന് പറയാം. അപ്പോൾ ആക്ച്വലി റേഡിയസ് സെയിം ആണ്, റേഡിയസ് സെയിം ആണ്, നമ്മൾ സെന്റർ മാത്രം ഇമേജ് ചെയ്താൽ. ഇന്ന് അതും മാറിയിട്ട്
സെൻട്രോയിഡിൻ്റെ ഇപ്പം ഇത്തവണ അവർ ചോദിച്ചിരുന്നതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ അതായിരുന്നു വെർട്ടിസസ് ഓഫ് എ ട്രയാങ്കിൾ തന്നിട്ട് അതിന്റെ ഇമേജ് വിത്ത് റെസ്പെക്ട് ടു ഇതാണ് PQR എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പല കുട്ടികളുടെയും പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓരോ പോയിന്റിന്റെയും പിന്നെ ഇമേജ് എടുക്കാൻ അതുപോലെ ആ വേണ്ട പോയിന്റിലോട്ട് എത്തിയിട്ട് എടുക്കുക. ഇനിയിപ്പോൾ നാളെ സർക്കംസെൻറ്റർ ആകാം, അതെ അല്ലേ? അപ്പോൾ അങ്ങനെ മോഡേണൈസ് ചെയ്യുന്ന ചോദ്യങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ എക്സ്പാൻഷൻ്റെ പാറ്റേൺ, ആ പാറ്റേണിൽ ഇതേപോലെയുള്ള ചെറിയ സ്ലൈറ്റ് ചേഞ്ചസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്യുവറായിട്ട് ഇതിങ്ങനെയാണ് മോഡലൈസ് ചെയ്യാതെ അതിൻ്റെ പാറ്റേണെ ഒന്ന് ഒബ്സർവ് ചെയ്യാം. അത് എന്തായാലും നിങ്ങൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ കഴിഞ്ഞ ഈ ഫേസിലെ ക്വസ്റ്റ്യൻസ് എല്ലാവരും ഇപ്പം നിങ്ങൾ പരീക്ഷ എഴുതിയപ്പോൾ ഒരു ഫേസിൽ നിങ്ങൾ ഒരേ പേപ്പറേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് മുഴുവൻ ഒന്ന് വെറുതെ ഒന്ന് ചെയ്തിരിക്കുന്നത് നല്ലതാണ്. കാരണം അതിനെ എങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ എങ്ങനെ നിങ്ങൾക്ക് വരുന്നതെന്നുള്ളൊരു ഐഡിയ കിട്ടാൻ നല്ലതാണ്. അപ്പോൾ ആ 10 പേപ്പർ ഉണ്ടായിരുന്നു. അത് സാർ അതിൻ്റെ നമുക്കൊരു പ്രത്യേകത കൊണ്ട് നമ്മൾ ആ 10 പേപ്പറും ഉടൻ തന്നെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടല്ലോ, യൂട്യൂബിൽ വരിക അല്ലെങ്കിൽ നമ്മുടെ ആപ്പിൽ വരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും അത് കണ്ടിട്ട് എന്ത് മാറ്റങ്ങളാണ് അവർ നിങ്ങൾ പഠിച്ച വെച്ച മെറ്റീരിയൽ നിന്നും ഉണ്ടായത്, അല്ലെങ്കിൽ പ്രീവിയസിൽ വന്ന ചോദ്യങ്ങളെ വരുന്ന ചേഞ്ചസ് നമ്മൾ അവിടെ അനലൈസ് ചെയ്തേ പോകത്തുള്ളൂ നമ്മുടെ ഡിസ്കഷനിൽ. അപ്പോൾ അത് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്കിനി വരാൻ സാധ്യതയുള്ളൂ എന്ന് പറയാൻ ഈ സബ്ജക്റ്റിൽ നിന്നുകൊണ്ട് തന്നെയാണ് എടുക്കുക. വരാൻ പ്ലാനുള്ള ചോദ്യങ്ങളെ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും, മുൻകൂട്ടി എടുക്കാൻ പറ്റും. എന്നാൽ അവർക്ക് മാറ്റം വരുത്താത്ത ചില മേഖലകളൊക്കെ ഉണ്ട് അല്ലേ? ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ അകത്ത് ഞാൻ കണ്ടൊരു ഒരു പ്രത്യേക സാധ്യത, അതായത് Z1 Z2 Z3 ബി എ പോയിന്റ് ഉണ്ട് സർക്കിൾ പറഞ്ഞിട്ട് ആ Z1നെ നമുക്ക് അതിൻ്റെ ആർഗ്യുമെന്റ് പറയുന്നു. അതിനകത്ത് ആർഗ്യുമെന്റ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ പലപ്പോഴും പെട്ടെന്ന് വായിക്കുന്ന ഒരു കുട്ടിക്ക് അത് എങ്ങനെ അതിൻ്റെ കോംപ്ലക്സ് നമ്പർ അത്ര വലുതായിട്ട് കൺസിഡർ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത്തരം ചില ചോദ്യങ്ങൾ അവരങ്ങോട്ട് എടുത്തിരിക്കുന്നു ഡിഫറൻസിയേഷൻ്റെ അകത്ത്. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകം ഞാൻ കണ്ടത്, നമ്മുടെ കണ്ടിന്യൂറ്റിയുടെ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് ഇൻറ്ററേഷൻ കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കണ്ടിന്യൂറ്റി പ്രോബ്ലം എടുക്കുമ്പോൾ എയും ബിയും കിട്ടിക്കഴിഞ്ഞു. ആ എയും ബിയും കൊടുത്താൽ ഫംഗ്ഷൻ കിട്ടി, ഫംഗ്ഷൻ കിട്ടി ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യനുകളും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ അധികം കാൽക്കുലേഷൻ ഫീൽ ചെയ്യുന്നില്ല. ഇത് 2023 വെച്ച് നോക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ 2023 വളരെ ലെങ്തി. പക്ഷേ അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്ത് നോക്കിയ സ്റ്റാറ്റിസ്റ്റിക്സിൽ ആ മീൻ വേരിയൻസിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മിസ്സിംഗ് വാല്യൂ, ഇതൊക്കെ ഒന്ന് നോക്കി പോകുന്നത് നല്ലതായിരിക്കും, നല്ല ഒരു സ്കോർ കിട്ടാൻ. എൻ്റെ അഭിപ്രായത്തിൽ സാർ നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യണം വെച്ചാൽ ഫസ്റ്റ് ഇയറിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ അവരുടെ എന്താണോ അവരുടെ ഇഷ്ടമുള്ളത്, നിങ്ങളുടെ ഇഷ്ടമുള്ള ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഒരു 10 സിമ്പിൾ ക്വസ്റ്റ്യൻസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. ഇനി 10 എയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ര അതിൻ്റെ അടുത്ത് തന്നെ ഉള്ള അല്ലെങ്കിൽ അതിൻ്റെ അടുത്തോട്ടുള്ള ഒരു കണ്ടീഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളെ നിങ്ങൾക്ക് ടൈം കൺസ്യൂം ചെയ്ത് എടുക്കണം. പിന്നെ അത് ഈ കഴിഞ്ഞ ഫേസ് ഒന്ന് നിങ്ങൾ ശരിക്കും ഒന്ന് നോക്കിയിട്ട് പോകുക. പിന്നെ മാത്സ് നിങ്ങൾ കെമിസ്ട്രിയും ഫിസിക്സും മാക്സിമം ചെയ്തതിന് ശേഷം മാത്സ് നോക്കുക. മാത്സ് ഇല്ലാണ്ട് നിങ്ങൾ നല്ല ഈ 99ലേക്ക് കയറുക ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഞാൻ പറയുന്നൊരു കാര്യം, നമുക്കിപ്പം ഫസ്റ്റ് സെക്ഷൻ എടുക്കാൻ ചെല്ലുമ്പം അതിൽ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിപ്പം പഠിച്ചു വരുമ്പോൾ എല്ലാം കൂടി പഠിച്ചിട്ടുള്ളൊരു പ്രഷർ ക്രിയേറ്റഡ് ആവുന്നുണ്ട്. അപ്പം നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട് സാർ, നമുക്ക് വ്യക്തിഗതമായിട്ട് അറിയാം. മാത്രമല്ല സാർ, ഇപ്പോൾ ഈ സെക്കൻഡ് ഫേസ് ഇത് ലാസ്റ്റ് ചാൻസ് എന്നുള്ളൊരു ഇതിലേക്ക് വരുമ്പോഴത്തേക്കുള്ളൊരു ഇത് കൂടെ ഉണ്ട്. അതൊക്കെ അങ്ങ് മാറ്റി വെച്ചോളുക. ഇപ്പം ഞാനല്ല ഒരു 66% കിട്ടിയ സ്റ്റുഡൻറ്റ് എനിക്ക് നേരിട്ടറിയാം. 66%. അവൻ ഒറ്റ മാസം കഴിഞ്ഞപ്പോൾ ഉള്ള എക്സാമിനേഷന് 97 ഷിഫ്റ്റ് ചെയ്തു. അതുപോലെ 96 ഉണ്ടായിരുന്നു, 99.1 അങ്ങനെ എത്രയോ കുട്ടികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതാത് ദിവസം നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ ഉള്ള ആകെ നിങ്ങൾ എത്ര പേര് എഴുതുന്നുള്ള ഒരു പാറ്റേണിലോട്ടാണ് നിങ്ങൾ ഷിഫ്റ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് അതെല്ലാ ദിവസവും ആരൊക്കെ എവിടെയൊക്കെ വരുന്നു പറയാൻ പറ്റില്ല. പിന്നെ ഒരു പേപ്പർ ഇത്തിരി ഭയങ്കര ടഫായെന്ന് വെച്ച് പേടിക്കേണ്ട പെർസെന്റേജ് ബാധിക്കുന്നില്ല. അന്നത്തെ എല്ലാവരെയും ഇത് ബാധിക്കുന്ന കാര്യം. അപ്പോൾ ആ പെർസെന്റേജ് എടുക്കുമ്പോൾ ഒരു ദിവസം എഴുതുന്ന 1,00,000 പേരാണെങ്കിൽ 1% എന്ന് പറഞ്ഞാൽ 10,000 പേര് അല്ലെങ്കിൽ 1000 പേര് നമുക്ക് ആ പെർസെന്റേജ് കൃത്യമായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ആ പാറ്റേൺ നമ്മൾ ആകും, അതിൻ്റെ അകത്തൊരു മാറ്റം വേണ്ട. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പിന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ടഫായി പോയി എന്നുള്ള കരുതൽ നിങ്ങൾ കരുതണ്ട. ആ 3 മണിക്കൂർ നിങ്ങൾ ഹാപ്പി ആയിട്ട് തന്നെ ചെയ്തോണം. നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഫീൽ ആവുന്നവയെ എടുത്ത് ചെയ്യണം. അതിനുള്ള തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് ഒന്നും കൂടി എനിക്ക് വന്നത് കഴിഞ്ഞ സെക്ഷനിൽ വന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ നോക്കുക. നിങ്ങളുടെ ഡിഫിക്കൽട്ടായിട്ട് IIT ലെവലിലോട്ട് പോയേക്കാവുന്ന വലിയ ചോദ്യങ്ങളുണ്ട്. 250 ക്വസ്റ്റ്യൻ അതെല്ലാം ഒന്ന് ചെയ്ത് ശരിക്കും അതിനകത്ത് എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ വന്നിരിക്കണമെന്നൊന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. അതെല്ലാം ചെയ്യണം, എന്നിട്ട് വേണം എക്സാം എഴുതാൻ. അതായത് കഴിഞ്ഞ സെഷനിൽ 250 ക്വസ്റ്റ്യൻ, ഇനി കഴിഞ്ഞ വർഷത്തേക്കും കൂടെ നോക്കിയാലോ? അല്ലേ, 2 ഇല്ലേ? അല്ല, അങ്ങനെ നമുക്ക് വരാൻ പോകുന്നത് നിങ്ങളുടെ എളുപ്പമുള്ള ചാപ്റ്ററുകളിൽ നമുക്ക് സ്കോർ ചെയ്താക്കാവുന്ന ചോദ്യങ്ങൾ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ആ ഐഡൻറ്റിഫിക്കേഷൻ വരുന്ന റീജിയണിൽ നിന്ന് എടുക്കുക. പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട് സാറേ, എനിക്ക് എടുത്ത് പറയാനുള്ളത്, ചില കുട്ടികളുണ്ടല്ലോ അവർക്ക് ഇൻ്റഗ്രേഷൻ എളുപ്പമാണ് അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പർ എളുപ്പമാണ്, ഇവർ അതാണ് പഠിക്കുക.
അത് മാത്രം നോക്കും. പക്ഷെ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ അവിടെ അത് ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആയാലും മറ്റേ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററിലും എളുപ്പമായിട്ടുള്ളവയെല്ലാം തീർത്ത് വെച്ച്. അതെ അല്ലേ, എന്തായാലും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നതുപോലെ തന്നെ എളുപ്പമുള്ള ചോദ്യങ്ങളും ഉണ്ട്. ഡിഫിക്കൽട്ട്. പിന്നെ ഇത്തവണ ഈ ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ കുറവായിരുന്നു. 2-3 ചാപ്റ്ററുകളെ കമ്പൈൻ ചെയ്ത് ഒരെണ്ണത്തിൽ തന്നെ മോഡിഫൈ ചെയ്തിട്ടുള്ളത് മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ എല്ലാം നിങ്ങൾ മനസ്സിലാക്കി ഒന്ന് എഴുതുക അല്ലേ. അതെ അതെ അതെ. അപ്പോൾ ആ തയ്യാറെടുപ്പിനുള്ള എല്ലാവിധ ആശംസകൾ. എല്ലാവരും പോയി നല്ലപോലെ എഴുതുക കേട്ടോ. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.